ആയുധധാരികളായ കള്ളന്മാരെ അടിച്ചോടിച്ച ഹൈദരാബാദിലെ ഒരു വീട്ടമ്മയും മകളും ഇപ്പോൾ താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ കള്ളന്മാരെ നേരിടുന്ന ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇന്നതാ ഹൈദരാബാദ് പോലീസ് അമിതയെയും വൈഭവയെയും ആദരിച്ചിരിക്കുകയാണ്. ഈ വീട്ടമ്മ ആയോധന കലയായ തായ്ക്കോണ്ടയിൽ എക്സ്പേർട്ട് ആണെന്ന് കത്തിയുമായി വീട്ടിൽ കയറിയ കള്ളന്മാരൊന്നും അറിഞ്ഞിരുന്നില്ല. അമ്മയും മകളും കൂടെ കള്ളന്മാരെ പറപ്പിച്ചെന്ന് പറഞ്ഞാൽ മതി. കെ.ബി. ശ്രീധരനാണ് നമ്മുടെ കൂടെയുള്ളത്. ശ്രീധര, ഈ കള്ളന്മാരെയൊക്കെ പിടികൂടിയ നാട്ടുകാർ പോലും കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലാണ്. ഇങ്ങനെ കയറി എന്നും പറ്റാതെ തിരിച്ചിറങ്ങി പോണേന്നൊക്കെ വിചാരിച്ചായിരിക്കും കയറി ചെന്നത്. പുലിക്കുട്ടി തന്നെ ആയിരുന്നു അല്ലെ? ശരിക്കും കിട്ടിയിട്ടുണ്ടാകുമല്ലോ. എന്തായാലും അമ്മയും മകളും താരമാണ്. പോലീസിന്റെയൊക്കെ ആദരവൊക്കെ ലഭിച്ചു അല്ലേ? പൂജ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ പൂജയ്ക്ക് എന്താ തോന്നുന്നത്? പൂജ ഈ ഒരു സിറ്റുവേഷനിൽ വന്നാൽ ഇതേപോലെയൊക്കെ റിയാക്ട് ചെയ്യാൻ പറ്റുമോ? എനിക്ക് അടിയിടിയൊക്കെ നമ്മൾ കൊടുക്കായിരിക്കും. ശരിക്കും ഈ ദൃശ്യം കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം എന്ന് ഇപ്പോ തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. ഞാനിപ്പോ ഈ വാർത്ത കണ്ടപ്പോൾ തന്നെ എൻ്റെ ഒരു സുഹൃത്തിന്റെ മകൾ ഈ തായ്ക്കൊണ്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടി ശരീരം എത്ര ഫ്ലെക്സിബിൾ ആണ് ആ കുട്ടിയുടെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഏതായാലും ഈ ഒരു ആയോധന കല ഒരാൾക്ക് എങ്ങനെ ഉപയോഗപ്പെടും എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഏതായാലും ഈ വൈഭവിയുടെയും അമിതയുടെയും കഥ. ഹൈദരാബാദിലെ ബീഗംപേട്ട് സ്വദേശിനിയാണ് ഈ അമിത അത്യാവശ്യം ജിമ്മിലൊക്കെ പോയി ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. പാഴ്സൽ നൽകാൻ എന്ന വ്യാജേനയാണ് ഈ രണ്ടുപേർ ഈ വീട്ടിലേക്ക് കയറി വരുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പാഴ്സൽ മേടിക്കാൻ വരുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കും, സാധനം വാങ്ങി OTP ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്ത് പറഞ്ഞു പോകും. പക്ഷേ ഇവർ ചെയ്തത് ഈ വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറാനും അവിടെ കവർച്ച നടത്തുക എന്നൊക്കെ ലക്ഷ്യം വെച്ചായിരുന്നു. ഏതായാലും നേരത്തെ പൂജ പറഞ്ഞ പോലെ തന്നെ പുലിക്കൂട്ടിലേക്കാണ് അല്ലെങ്കിൽ നരിവടയിലേക്കാണ് കയറിയത് എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടായില്ല. അത് അവർക്ക് വൈകാതെ തന്നെ മനസ്സിലായി. പെട്ടെന്ന് തന്നെ അമിതയുടെ ഭാഗത്തുനിന്ന്, അതായത് ഇവർ വീട്ടിനകത്തേക്ക് അതിക്രമിച്ച് കയറിയപ്പോൾ തന്നെ അമിതയുടെ ഭാഗത്തുനിന്ന് വല്ലാത്തൊരു പ്രതിരോധമുണ്ടായി. ഈ അക്രമി അല്ലെങ്കിൽ കള്ളനെ അടിച്ച് താഴേക്ക് ഇടുകയാണ് അവർ ചെയ്തത്. തൊട്ടു പിന്നാലെ, അതായത് അമിത ഒരാളെ കീഴ്പ്പെടുത്തി തൊട്ടു പിന്നാലെ മകൾ വൈഭവിയുടെ ഊഴമായി വൈഭവിയും കണക്കിന് അയാൾക്കിട്ട് കൊടുക്കുകയും ചെയ്തു. ഗത്യന്തരമില്ലാണ്ട് ഈ അമ്മയുടെയും മോളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇങ്ങനെ അടി വന്നപ്പോൾ അയാൾ ഗത്യന്തരമില്ലാതെ ഗേറ്റ് തുറന്ന് ഓടുകയായിരുന്നു. പക്ഷെ ഇതിനുള്ളിൽ തന്നെ ഒരാൾ അകത്ത്, രണ്ടുപേരാണ് വന്നത്, ഒരാൾ അകത്തേക്ക് കയറിയിരുന്നു. വീട്ടിലെ ജോലിക്കാരി ഇയാളെ പൂട്ടിയിട്ട് ആളുകളെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് ഇയാളെ പിന്നീട് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഏതായാലും ഈ രണ്ട് കള്ളന്മാരും ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്ത് നടക്കും എന്ന് ചോദിക്കുന്നവർക്ക് മുൻപിൽ ഉള്ള ഉത്തരമാണ് ഈ അമ്മയും മകളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സാധാരണയൊക്കെ നമ്മൾ സീതാ ഇമേജിലൊക്കെ സ്ത്രീകളെ പറഞ്ഞ് അല്ലെങ്കിൽ അവരെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു സമൂഹം ഈ കാലത്തും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഇനി അങ്ങനെ ആരും പറയാൻ വലിയ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ആ കള്ളന്മാരുടെ അവസ്ഥ തന്നെ കണ്ടല്ലോ, നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ പഠിച്ചു വെക്കുക. പഠിച്ചാലും ഇല്ലെങ്കിലും ശരിക്കും കൊടുക്കുക. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ വീട്ടിൽ കയറി നമ്മുടെ സാധനങ്ങളൊക്കെ കട്ടാൻ ശ്രമിച്ചാൽ ശരിക്കും കൊടുക്കുക, അത്രേ കിട്ടുള്ളൂ. എന്തായാലും നല്ല രീതിക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനി ആരും ആ വീട്ടിൽ കക്കാൻ വരാനുള്ള സാധ്യതയൊന്നുമില്ല. അമ്മാതിരി ഇടി കിട്ടും. ശരി ശ്രീധര.